അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആരാണ് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്നോട് പലരും എന്നോട് നേരിട്ട് പറഞ്ഞു, മുത്തുനബിയെക്കുറിച്ച് മാത്രം എന്താ പറയുന്നത്, സഹാബത്തിനെ കുറിച്ച് പറയാറില്ല എന്ന്. സഹാബത്ത് എന്നാൽ മുത്തുനബിയുടെ സ്വന്തമല്ലേ? അവരെക്കുറിച്ച് പറയാതെ വേറെന്ത്? അവരെക്കുറിച്ചും പറയും, മുത്തുനബിയെയും കുറിച്ച് പറയും, അഹ്ലുല്ലാബയിൽപ്പെട്ട എല്ലാവരെയും പറയും, ആഷിഖീങ്ങളെക്കുറിച്ചും പറയും. അതെന്താൽ എല്ലാം കൂടി ചേരുന്നതല്ലേ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം, ആ പ്രേമം. അവരെക്കുറിച്ച് പറയാതെ ഒന്നുമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണത്തെക്കുറിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞില്ലേ, ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിനെ പോലത്തെ ഭരണമാണെന്ന്. അപ്പോൾ ആ ഉമർ റളിയല്ലാഹു തആല അൻഹു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയതിനാലല്ലേ അങ്ങനെയായി മാറിയത്. എങ്ങനെയുള്ള ഉമറായിരുന്നു ഇങ്ങനെയായി മാറിയത്? അല്ലാഹുമ്മ സ്വല്ലി വസല്ലം. തുടങ്ങാൻ പോലും പറ്റുന്നില്ല മുത്തുനബിയെക്കുറിച്ചും സഹാബത്തിനെക്കുറിച്ചും. പിന്നെങ്ങനെ പറഞ്ഞു കഴിയും? അല്ലാഹു തആല അവരെയെല്ലാം ഇഷ്ടം വെച്ച് അവരോടൊപ്പം നാളെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.